എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിസാം അമ്മാസ്. ഫോട്ടോഗ്രാഫി മേഖലയിലെ വിവിധങ്ങളായ ടെക്നിക്കൽ സൈഡുകളും ഫോട്ടോഗ്രാഫി യാത്രകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നവമാധ്യമത്തിലൂടെ തുടക്കം കുറിക്കുന്ന ഒരു ചാനലാണ് ഇത്. ഇതിന് പേര് നൽകിയിട്ടുള്ളത് ഫോട്ടോഗ്രാഫേഴ്സ് ഹബ്ബ് മലയാളം എന്നാണ്. ഈ ചാനലിലേക്ക് നിങ്ങളുടെ ഏവരുടെയും നിസ്സീമമായ പങ്കാളിത്തവും സഹകരണവും ആഗ്രഹിക്കുകയാണ്. ഈ ചാനലിൻ്റെ ആദ്യ അധ്യായത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഫോട്ടോഗ്രാഫി മേഖലയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തതും അതേപോലെ തന്നെ വേറിട്ട് നിൽക്കുന്ന മേഖലയായ സൂം ബസ്റ്റ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫി മേഖലയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ മേഖലയിൽ നിന്ന് ചിത്രീകരിച്ചിട്ടുള്ള 4 ചിത്രങ്ങളും അതേപോലെ സാധാരണഗതിയിൽ ചിത്രീകരണം നടത്തിയിട്ടുള്ള പടയണിക്കോലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരിച്ച ഒരു ചിത്രവും കണ്ടുകൊണ്ട് ഈ മേഖലയെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ആദ്യ ചിത്രം സാധാരണഗതിയിൽ എടുത്തിട്ടുള്ള ഒരു പടയണിക്കോലത്തിൻ്റെ ചിത്രമാണ്. എന്നാൽ രണ്ടാമത് കാണുന്ന ചിത്രം ഇതേ നമ്മളുടെ വിഷയമായ സൂം ബസ്റ്റ് എന്ന മേഖലയിൽ ഉൾപ്പെടുത്തി എടുത്തിട്ടുള്ള ചിത്രമാണ്. ഈ രീതിയിലാണ് നമുക്ക് ചിത്രീകരണം നടത്തേണ്ടത്. കൂടുതൽ അറിയാൻ വേണ്ടി ഒരു 3 ചിത്രവും കൂടി നമുക്ക് കാണാം. മൂന്നാമതായി കാണുന്നത് സൂര്യൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യനെയും മരത്തെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടെടുത്തിട്ടുള്ള ഒരു ചിത്രവും അതേപോലെ തന്നെ 4ാമത് കാണുന്ന ചിത്രം നമ്മുടെ ഫെസ്റ്റിവൽ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന റിങ്ങാണ്. ആ റിങ്ങിൻ്റെ ചിത്രവും ഈ മേഖലയിൽ നിന്നുള്ളതാണ്. അതേപോലെ അവസാനമായി കാണുന്ന ഈ ചിത്രം റോഡിൻ്റെ പശ്ചാത്തലത്തിൽ വാഹനങ്ങളെയും അതേപോലെ കെട്ടിടങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തി രാത്രികാലത്ത് ചിത്രീകരിച്ചിട്ടുള്ള വൈഡാങ്കിളായുള്ള ഒരു ചിത്രമാണ്. ഈ രീതിയിലാണ് സൂം ബസ്റ്റ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നും ചിത്രം എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ക്യാമറയുടെ സഹായത്തോടെ മനസ്സിലാക്കാവുന്നതാണ്. ഈ രീതിയിലുള്ള ചിത്രീകരണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് ലെൻസുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പാകമായ ഒരു ലെൻസും നമ്മൾ കരുതി വെക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നമുക്ക് പൂർണ്ണമായിട്ടും കൈകൊണ്ട് ഇതേപോലെ ചലിപ്പിക്കുവാൻ കഴിയുന്ന സൂം ഇന്നും സൂം ഔട്ടും നമുക്ക് കൈകൊണ്ട് ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ലെൻസ് കൊണ്ടാണ് ഈ ചിത്രീകരണം നടത്തേണ്ടത്. ഇവിടെ ഞാൻ അതിനുവേണ്ടി നിങ്ങളെ കാണിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് കനോണിൻ്റെ 24-105 എന്ന് പറയുന്ന ലെൻസാണ്. ഇത്തരം ഒരു ലെൻസ് ഉണ്ടെങ്കിൽ ഈ മേഖലയിലെ ചിത്രങ്ങൾ നമുക്ക് എടുക്കുവാൻ കഴിയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് കമ്പനിയുടെ ഏത് ലെൻസും വെച്ച് നമുക്ക് ചിത്രീകരണം നടത്താം. ശ്രദ്ധിക്കേണ്ട ഒന്ന് മാത്രം, ഇതേപോലെ നമുക്ക് മാനുവലായിട്ട് ലെൻസിനെ യഥേഷ്ടം ചലിപ്പിക്കുവാൻ കഴിയണം. ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഈ മേഖലയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു നല്ല മികച്ച ചിത്രം നിങ്ങൾക്കും എടുക്കുവാൻ കഴിയും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോവുക. അതേപോലെ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് അറിഞ്ഞിരിക്കാം. ഇത് പൂർണ്ണമായിട്ടും സ്ലോ സ്പീഡിൽ നടക്കേണ്ട ഒരു ചിത്രീകരണമാണ്. അതിനാൽ തന്നെ ക്യാമറ സ്പീഡ് സെറ്റ് ചെയ്യുമ്പോൾ 60-ന് താഴെയുള്ള നമ്പറുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. 30 ആകാം, 15 ആകാം, 8 ആകാം. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ നമ്പറുകളിൽ നിന്നുകൊണ്ട് വേണം ഇതിൻ്റെ ചിത്രീകരണം നമ്മൾ നടത്തേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാഴ്ചാഭംഗി വരുന്ന ഇമേജ് നല്ല ബ്ലറായിട്ടുള്ള ചിത്രീകരണം നടത്തുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മുഖ്യമായും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിൽ ലഭിക്കുന്ന ലൈറ്റിന് ആനുപാതികമായിട്ട് ISOയും ക്യാമറ അപ്പർച്ചറും സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാൽ തന്നെയും ഈ മേഖലയിലുള്ള ചിത്രീകരണത്തിന് നമ്മൾ ക്യാമറയുടെ അപ്പർച്ചർ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് തുറന്ന് ഇരിക്കുന്ന നമ്പറുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ചിത്രീകരണം നടത്തുന്നതായിരിക്കും കൂടുതൽ നല്ല മനോഹരമായ ബ്ലറിങ്ങോട് കൂടിയ അവസ്ഥയിൽ ചിത്രം ലഭിക്കുന്നതിന് കഴിയുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യവും കൂടെ നിങ്ങളുടെ മനസ്സിൽ ചിത്രീകരണത്തിന് മുമ്പ് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ രീതിയിലുള്ള ഒരു ചിത്രം എങ്ങനെ ചിത്രീകരിക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഫോട്ടോ എടുക്കുന്ന വേളയിൽ ഒരു സബ്ജക്റ്റിൻ്റെ 2 രൂപങ്ങൾ നമുക്ക് ചിത്രീകരിച്ച് മാറ്റുവാൻ കഴിയും. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരു സബ്ജക്റ്റിനെ പൂർണ്ണമായിട്ടും നമ്മൾ സൂം ഇൻ ചെയ്തുകൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയും അതേപോലെ തന്നെ സൂം ഔട്ടായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയുമാണ് നമ്മളിവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഇവിടെ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇപ്പമുള്ള സബ്ജക്റ്റിനെ ഞാൻ പൂർണ്ണമായിട്ടും സൂം ഇന്നാക്കിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുവാൻ പോകുന്നത്. ഫസ്റ്റിലെ തന്നെ സൂം ഇന്നാക്കിക്കൊണ്ട് ക്യാമറ സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചിത്രീകരണമാണ് നടക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സബ്ജക്റ്റിനെ നമ്മൾ ചിത്രീകരിക്കുന്ന സമയത്ത് തന്നെ സൂം ഇന്നായിരിക്കുന്ന ലെൻസ് സൂം ഔട്ടാക്കിക്കൊണ്ട് അതേസമയം ചിത്രീകരിക്കുവാൻ വേണ്ടി നമ്മൾ ഈ ക്യാപ്ചറിംഗ് ബട്ടണും അമരണം. ഒരേ സമയത്ത് 2 പ്രക്രിയകൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം പൂർണ്ണമായിട്ടും സബ്ജക്റ്റ് സൂം ഇന്നായിട്ട് ഫോക്കസ് ആയിരിക്കുകയാണ്. ഇനി ഇതിന് ചെയ്യുന്നത് ഈ സൂം ഔട്ടാകുന്ന സമയത്ത് തന്നെ ക്യാപ്ചറിംഗ് ബട്ടൺ അമരണം.
ഇതേപോലെ ക്യാമറയുടെ ക്യാപ്ചറിംഗ് ബട്ടണും ഈ പ്രക്രിയ രണ്ടും ഒരേപോലെ നടക്കണം. സൂം ഔട്ടാകുന്ന സമയത്ത് ക്യാപ്ചറിംഗ് ബട്ടണും നമുക്ക് അമർത്തുവാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് ഇതേപോലെ ഒരു ചിത്രം കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ സബ്ജക്റ്റിനെ തന്നെ സൂം ഔട്ടാക്കിക്കൊണ്ട് നമ്മളുടെ ക്യാമറ ഫോക്കസ് ചെയ്യുക. അത് ഫോക്കസ് ആയി കഴിയുമ്പോൾ സബ്ജക്റ്റിനെ സൂം ഇൻ ആക്കിക്കൊണ്ട് ഒരേ സമയത്ത് ക്യാപ്ചറിംഗ് ബട്ടണും കൂടെ ഇതേപോലെ അമരുവാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് ഈ മേഖലയിൽ നിന്നും നല്ല ബ്ലറായ സൂം ബെസ്റ്റ് എന്ന മേഖലയിൽ ഉൾപ്പെടുത്തി ഒരു ചിത്രം എടുക്കുവാൻ കഴിയുന്നത്. ഇത് മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ക്യാമറയിൽ ഇനി കൂടുതൽ ചിത്രങ്ങൾ എടുത്ത് എക്സ്പീരിയൻസ് ആയി നല്ല ഒരു ചിത്രം നിങ്ങൾക്കും എടുക്കുവാൻ കഴിയും. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. രാത്രികാലങ്ങളിലുള്ള സബ്ജക്റ്റുകൾ ഈ മേഖലയിൽ നിന്നും നമുക്ക് നല്ല ചിത്രങ്ങൾ സമ്മാനിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിത്രീകരണത്തിനും നിങ്ങൾ പരിശീലനം നേടേണ്ടതായിട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ദീപാലങ്കാരമൊക്കെ ചെയ്തിട്ടുള്ള മോസ്കുകൾ, ടെമ്പിൾ, അതേപോലെ ചർച്ചുകൾ, ഇത്തരം മേഖലയിലുള്ള ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ കണ്ണിന് നല്ല കാഴ്ചാഭംഗി നൽകുന്ന ചിത്രങ്ങൾ ഈ മേഖല നിങ്ങൾക്ക് സമ്മാനിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ഇത്തരം വീഡിയോകൾ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ കൂടി അമർത്തിക്കൊണ്ട് ഈ ചാനലിൻ്റെ ഭാഗമായിട്ട് നിങ്ങളും മാറണം എന്നുള്ള ആഗ്രഹത്താൽ നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നമസ്കാരം.